DNA ഐസൊലേഷൻ ഫ്രം ബാക്ടീരിയൽ സെൽ. അപ്പം ജനറൽ സ്റ്റെപ്പ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. കുറച്ച് കെമിക്കൽസ് എല്ലാം മാറ്റേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം DNA ഐസൊലേഷൻ ഫ്രം ബാക്ടീരിയൽ സെൽ നമുക്ക് 4 സ്റ്റേജായിട്ട് അതിൻ്റെ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഗ്രോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ബാക്ടീരിയൽ കൾച്ചർ. നമുക്കൊരു ബാക്ടീരിയൽ കോളനി വേണം. അതിനായിട്ട് നമുക്ക് ബാക്ടീരിയനെ കൾച്ചർ ചെയ്യണം. ബാക്ടീരിയ കൾച്ചർ ചെയ്യാനായിട്ട് ലിക്വിഡ് മീഡിയയാണ് യൂസ് ചെയ്യുക. ബ്രോത്ത് എന്ന് നമ്മൾ പറയും. 2 ടൈപ്പ് മീഡിയ ആണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. M9 മീഡിയം ആൻഡ് LB മീഡിയം. M9 മീഡിയത്തിന് ഡിഫൈൻഡ് മീഡിയം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലത്തെ കോമ്പോസിഷനൊക്കെ സ്റ്റാൻഡർഡൈസ്ഡും ആണ്. എല്ലാ കോമ്പോസിഷനും ക്വാണ്ടിറ്റിയും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. LB മീഡിയം, ലൂറിയ ബെർട്ടാനി മീഡിയം, അതിന് അൺഡിഫൈൻഡ് മീഡിയം എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ട്രിപ്റ്റോൺ, ഈസ്റ്റ് എക്സ്ട്രാക്ട് ആൻഡ് സോഡിയം ക്ലോറൈഡ് ആണ്. ഇതിൻ്റെ ട്രിപ്റ്റോൺ അമിനോ ആസിഡിൻ്റെ സോഴ്സായിട്ടും ഈസ്റ്റ് എക്സ്ട്രാക്ട് നൈട്രജൻ സോഴ്സുമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ട്രിപ്റ്റോണും ഈസ്റ്റ് എക്സ്ട്രാക്റ്റും കോംപ്ലക്സ് മിക്സ്ചേഴ്സാണ്. മറ്റ് പല കമ്പോണൻസ് ചേർത്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് കമ്പോണൻസ് കനോട്ട് ബി ഡിഫൈൻഡ്. സോ മീഡിയത്തിന് നമ്മൾ അൺഡിഫൈൻഡ് മീഡിയം എന്നാണ് പറയുന്നത്. LB മീഡിയം വൈഡ് റേഞ്ച് ബാക്ടീരിയനെ കൾച്ചർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. M9 എന്ന് പറയുന്നത് കൺട്രോൾഡ് കണ്ടീഷനിൽ കൾച്ചർ ചെയ്യേണ്ട ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. DNA ഐസൊലേഷൻ പ്രോസസ്സിനായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് LB മീഡിയ ആണ്. ഈ കാണിച്ചിരിക്കുന്നത് ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള ജനറൽ സ്റ്റെപ്പാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ കൾച്ചർ ഗ്രോ ചെയ്യുക, അതിൽ നിന്ന് ബാക്ടീരിയ ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് സെൽ എക്സ്ട്രാക്ട്, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് DNA ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് DNA. അപ്പം മിനിമം വോളിയം ഓഫ് ബാക്ടീരിയ ആണ് മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുക. കാരണം മിനിമം ക്വാണ്ടിറ്റി എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ, അതായത് ഈക്കോളയാണ് നമ്മൾ എപ്പോഴും ജനറലായിട്ട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ഇൻ ഈച്ച് 20 മിനിറ്റ്സ്. 20 മിനിറ്റ് കൂടുമ്പം അതിൻ്റെ കൗണ്ട് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. സോ വളരെ മിനിമം വോളിയം ബാക്ടീരിയ ആണ് മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുക. ഓവർനൈറ്റ് വെച്ചതിൻ്റെ ശേഷം പിറ്റേ ദിവസം ഒരു എപ്പൺ ട്രോഫിലേക്ക് ഒരു 1 ml എങ്ങാനും ബാക്ടീരിയൽ കൾച്ചറിനെ ട്രാൻസ്ഫർ ചെയ്യുക, സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം ബാക്ടീരിയ പെല്ലറ്റ് ഫോമിൽ കാണാൻ സാധിക്കും. പെല്ലറ്റ് ഓഫ് സെൽസ് എന്ന് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ എപ്പൺ ട്രോഫിൻ്റെ താഴെ ഒരു പെല്ലറ്റായിട്ട് ബാക്ടീരിയൽ സെല്ല് കാണാൻ സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് സെൽ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ സെൽ ലൈസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബാക്ടീരിയൽ സെല്ലിനെ ബ്രേക്ക് ചെയ്ത് സെൽ കണ്ടന്റ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് 2 മെത്തേഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും. ഫിസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെല്ലിനെ ബ്രേക്ക് ചെയ്യാൻ മെക്കാനിക്കൽ ഫോഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് യൂസ് ചെയ്യുക. അപ്പം ഒരു ബാക്ടീരിയൽ സെൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിന് പുറത്തായിട്ട് സെൽ വാൾ ഉണ്ട്. ചില ബാക്ടീരിയയ്ക്ക് അതിന് പുറത്തായിട്ട് ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ETTA മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈസോസൈം മാത്രം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യാം. SDS എന്ന് പറയുന്നത് ഔട്ടർ മെംബ്രെയിനും അതേപോലെ സെൽ മെംബ്രെയിനും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലൈസോസൈം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ വാളിൽ റിജിഡിറ്റി കൊടുക്കുന്ന പോളിമേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യലാണ്. EDTA എന്ന് പറയുമ്പം EDTA മഗ്നീഷ്യം അയോൺസിനെ ബൈൻഡ് ചെയ്യും. അപ്പം മഗ്നീഷ്യം അയോൺസിനെ ബൈൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി മഗ്നീഷ്യം അയോൺ സെൽ മെംബ്രെയിൻ ഇൻടാക്റ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിന് ബൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ സെൽ മെംബ്രെയിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. ദെൻ SDS എന്ന് പറയുമ്പം ലിപ്പിഡിനെ ഡിസ്ട്രാക്ട് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിനെ നശിപ്പിക്കാനുള്ള കഴിവ് SDSനുണ്ട്. അത് ഡിറ്റർജൻ്റാണ്, മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ഓഫ് DNA. അപ്പം സെൽ കണ്ടൻറ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെൽ എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ സെല്ലിൻ്റെ എല്ലാ കണ്ടൻറ്റും ഉണ്ടാവും. പ്രോട്ടീൻ ഉണ്ടായിരിക്കും, RNA ഉണ്ടാവും, DNA ഉണ്ടാവും. അപ്പം നമ്മളുടെ എയിം ഇവിടെ നിന്ന് DNA മാത്രം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ബാക്കി എല്ലാ കമ്പോണൻസും കണ്ടാമിനൻസ് ആണ്. അതിനെല്ലാം റിമൂവ് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫീനോൾ, ക്ലോറോഫോം, പ്രോട്ടീനേസ് ആൻഡ് RNase. ഇതിൽ ഫീനോളും പ്രോട്ടീനേസും പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ലോറോഫോം ഫേസ് സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. RNase RNAനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലോറോഫോം, ഫീനോളും പ്രോട്ടീനേസും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ DNA ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനും സെല്ലിലുള്ള മറ്റു പ്രോട്ടീൻസ് എല്ലാം നശിക്കും, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് RNase ആണ്. RNase എന്ന് പറഞ്ഞാൽ RNAനെ നശിപ്പിക്കും.
പിന്നെ ക്ലോറോഫോം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ റിയാക്ഷൻ മിക്സ്ചർ 3 ലെയറായിട്ട് സെപ്പറേറ്റഡ് ആവും. മുകളിൽ എക്വസ് ഫേസ്, നടുവിലായിട്ട് ഇൻ്റർഫേസ്, അവിടെയാണ് പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത പ്രോട്ടീനൊക്കെ ഉണ്ടായിരിക്കുക. താഴെ ഓർഗാനിക് ഫേസ്. ഇപ്പം RNAയും ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് എക്വസ് ഫേസിൽ DNA മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എക്വസ് ഫേസ് പുതിയ ഒരു എപ്പൻട്രോഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് precipitation ഓഫ് DNA അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിംഗ് DNA. അപ്പം എക്വസ് ഫേസിൽ ഡിസോൾവ് ഫോമിലാണ് DNA കാണുക. അത് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് വിസിബിൾ ആക്കാനായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഉള്ളത്. അതിനായിട്ട് ആൽക്കഹോളും സോൾട്ടാണ് യൂസ് ചെയ്യുക. സോ ബാക്ടീരിയൽ DNA ഐസൊലേറ്റ് ചെയ്യാനായിട്ട് യൂഷ്വലി 70% എത്തനോളും അതിൻ്റെ ഒപ്പം സോൾട്ട്, സോഡിയം ക്ലോറൈഡാണ് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോഡിയം അയോൺസ് പോസിറ്റീവ് ചാർജാണ്. അത് DNAയുടെ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ആൽക്കഹോളും വാട്ടറും DNAയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കാനും DNAയും സോൾട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടാനും സഹായിക്കുന്നു. അങ്ങനെ DNA ഡിസോൾവ്ഡ് ഫോമിൽ നിന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വിസിബിൾ ഫോമിലേക്ക് ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ, സോൾവെൻറ്റിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിലും ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് എടുക്കാം, സ്പൂൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ DNA ഒരു പെല്ലറ്റ് ഫോമിൽ താഴെ സെഡിമെൻ്റ് ചെയ്യും. ഇതാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോക്കോൾ. അപ്പോൾ DNA എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായ ക്വാളിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ ഡിറ്റർമിനേഷൻ സ്പെക്ക് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ TE ബഫറിൽ ഡിസോൾവ് ചെയ്ത് TE ബഫറിൽ അത് സ്റ്റോർ ചെയ്യാം. 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാം. അപ്പം ഇതാണ് ഒരു ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോക്കോൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.